നമുക്കിന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാം, നമ്മുടെ ഈ ബന്ധം, നിങ്ങളുടെ ഈ സ്നേഹബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ എന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാം. 6 കാർഡ്സിന്റെ സ്പ്രെഡ് വെക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാർഡ് കിങ് ഓഫ് പെന്റക്കിൾ, രണ്ടാമത്തെ കാർഡ് 6 ഓഫ് വാണ്ട്, മൂന്നാമത്തെ കാർഡ് ജസ്റ്റിസ്, നാലാമത്തെ കാർഡ് കിങ് ഓഫ് വാണ്ട്സ്, ക്വീൻ ഓഫ് വാണ്ട്സ്, അഞ്ചാമത്തെ കാർഡ് സ്ട്രെങ്ത്, ആറാമത്തെ കാർഡ് 3 ഓഫ് കപ്സ്. അപ്പം നെഗറ്റീവ് കാർഡ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പം ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ചാൻസ് പറഞ്ഞിരിക്കുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ചാൻസ് ഉള്ള ബന്ധമാണെന്നാണ് യൂണിവേഴ്സ് തന്നെ. അപ്പൊ ഒരു നെഗറ്റീവ് കാർഡ്സും ഇതിൽ വന്നിട്ടില്ല. അപ്പം ഒന്നാമത്തെ കാർഡ് കിങ് ഓഫ് പെന്റക്കിളിന്റെ കാർഡാണ്. ഇത് നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു ബന്ധമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ബന്ധത്തില് സമ്പത്ത് ഒരു അടിസ്ഥാന ഘടകമാണ്. അപ്പം ഈ ഒരു വ്യക്തിക്ക് നല്ലതായിട്ട് ധനമുള്ളതായിട്ട് പറയുന്നു. അപ്പം ധനമാണ് അതിന്റെ മെയിൻ അടിസ്ഥാനം. അപ്പൊ ആ വ്യക്തിക്ക് ഒരിക്കലും ഒത്തിരി ധനം, കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ധനവാനായ ഒരു രാജാവ്. അപ്പൊ ആ രാജാവിന്റെ കയ്യിലൊക്കെ ഒത്തിരിയധികം ധനം ഉണ്ടെന്നാണ് ഈ കാർഡ് നമ്മെ കാണിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് 6 ഓഫ്, അപ്പൊ ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന വെച്ചാൽ സാമ്പത്തിക അടിത്തറയുണ്ട്, അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും, ബുദ്ധിപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. രണ്ടാമത് 6 ഓഫ് വാണ്ടിന്റെ എനർജിയാണ്. 6 ഓഫ് വാണ്ടിന്റെ എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ നല്ലൊരു ജോലി മുഖാന്തരമോ ഇല്ലെങ്കിൽ എന്തിന്റെയെങ്കിലും ഒരു ജോലി സംബന്ധമായ ദൂരത്ത് മാറി നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളിലേക്ക് ആഗ്രഹങ്ങളെയൊക്കെ മറികടന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നമ്മളോട് പറയുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് ആകുമ്പോൾ ഈ വ്യക്തി വരികയും ചെയ്യും, ഈ ബന്ധം മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ വാൺസുകളൊക്കെ ഇത് ഈ വ്യക്തിക്കുള്ള എതിരായിട്ട് വരുന്ന ഘടകങ്ങളാണ്. ഇതിനെയൊക്കെ എതിരിട്ടിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ അതൊക്കെ അവഗണിച്ച് ആ വ്യക്തി മുന്നോട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ കാർഡ് വന്നിട്ട് ഇത് ജസ്റ്റിസ് കാർഡാണ്. ജസ്റ്റിസ് കാർഡ് സ്റ്റഡി വന്നു കഴിഞ്ഞാൽ ഓൾവേസ് നിങ്ങൾക്ക് നീതി കിട്ടുന്നു. നിങ്ങളിപ്പം എന്തെങ്കിലും ഒരു പ്രണയബന്ധത്തിലോ ഒരു റിലേഷൻഷിപ്പിലോ കോർട്ട് കേസോ അങ്ങനെ എന്താണ് നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്നു എന്നാണ് ജസ്റ്റിസ് കാർഡിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജസ്റ്റിസ് കാർഡ് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിലൂടെ നീതി ലഭിക്കുന്നു എന്നാണ്, ഈ ബന്ധത്തിൽ നീതി ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ മണിയായിരിക്കും ആശിച്ചുള്ളത്, അങ്ങനെയാണെങ്കിൽ മണി കിട്ടും. അല്ല വ്യക്തി തന്നെ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ വ്യക്തി തന്നെ തിരിച്ചു വരുമെന്നാണ് ഈ കാർഡ്. ജസ്റ്റിസ് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പം ചിലപ്പോൾ പ്രപഞ്ചം യൂണിവേഴ്സായി ക്രിയേറ്റ് ചെയ്ത ഒരു സെപ്പറേഷൻ ആണ് എങ്കിൽ തീർച്ചയായും ആ വ്യക്തി തന്നെയായിരിക്കും തിരിച്ചു വരിക. അടുത്തത് ക്വീൻ ഓഫ് വാണ്ട്സ്. ക്വീൻ ഓഫ് വാണ്ട്സിന്റെ എനർജി ഇപ്പൊ ഒരു നെഗറ്റീവ് എനർജി ആ വ്യക്തിയെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിൽ ഒരു ശ്രദ്ധ പതിപ്പിക്കാതെ ദൂരത്തേക്ക് പോയിരിക്കുന്നത്. അപ്പം സാഹചര്യം മൂലമാവാം ആ വ്യക്തി, പക്ഷെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തിക്ക് താല്പര്യമുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് പൈസ ഇല്ലായ്മയോ അല്ലെങ്കിൽ കരിയർ ശരിയാവാനോ ചിലപ്പോൾ റീലൊക്കേറ്റ് ചെയ്യണം, മറ്റൊരു കൺട്രിയിലൊക്കെ വല്ലതും പോകണം എന്ന ആശയുള്ള ആളോ ആയിരിക്കാം. അപ്പൊ ആ വ്യക്തി ഇപ്പൊ ഈ ബന്ധത്തിന് ശ്രദ്ധ കൊടുക്കുന്നില്ല എങ്കിലും നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ ശക്തമായിട്ടുണ്ട് ആ വ്യക്തി മുന്നോട്ട് ആ ബന്ധം കൊണ്ടുപോകാനും താല്പര്യപ്പെടുന്നു എന്നാണ്. ഇപ്പൊ അതിലോട്ട് ശ്രദ്ധ കൊടുക്കുന്നില്ലെന്നാ, പക്ഷെ ആ ബന്ധം എനിക്ക് ഉള്ളതാണ് എന്ന ആ വ്യക്തി തീർത്തും വിശ്വസിക്കുന്ന ഒരു എനർജിയാണ് ഈ കാർഡിൽ കാണിക്കുന്നത്. അടുത്തത് സ്ട്രെങ്ത് കാർഡാണ് വന്നത്. സ്ട്രെങ്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഈ ബന്ധം നിങ്ങളിലേക്ക് ഇപ്പൊ വന്നു ചേരാൻ നിങ്ങൾ അതിന് തരത്തതായ ഒരു മനോബലം പോരാ എന്നാണ് ഈ സ്ട്രെങ്ത് കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മാനസികമായിട്ട് ഇച്ചിരി ശക്തിക്കുറവാണ്, ഇനിയും കുറെ കൂടെ നിങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് യൂണിവേഴ്സ്. അപ്പം ആ മനോനില കറക്റ്റായിട്ട് ആ മാനസിക ശക്തി നിങ്ങൾക്ക് വന്നാൽ മാത്രമേ ഈ ബന്ധം നിങ്ങളിലേക്ക് വന്നു ചേരുകയുള്ളൂ. അത് വരെയൊക്കെ നിങ്ങൾ സെപ്പറേഷൻ സ്റ്റേജിലായിരിക്കും നിൽക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കുറെ മാനസിക ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ചിലപ്പോൾ നിങ്ങളെക്കാട്ട് ജീവിത സാഹചര്യങ്ങൾ കുറഞ്ഞ ആളായിരിക്കും. അപ്പം അവരുടെ ആ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ നിങ്ങൾക്ക് കുറെ കൂടെ ഒക്കെ മാനസിക ശക്തി വേണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷനിൽ ജോലി ചെയ്യുന്ന ആളാവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടെ ഒരു ധൈര്യം നിങ്ങൾക്ക് കുറവാണ്. കുറെ കൂടെ വരാനാണ് ഈ കാർഡ് സ്ട്രെങ്ത് കാർഡ്. അപ്പൊ യൂണിവേഴ്സ് അതിനൊരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സെപ്പറേഷന് ശേഷം നിങ്ങളുടെ മാനസിക ശക്തി പൂർത്തിയായതിനു ശേഷം നിങ്ങളിലേക്ക് ഈ വ്യക്തി മടങ്ങി വരും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അടുത്തത് ത്രീ ഓഫ് കപ്പിന്റെ എനർജിയാണ്. ത്രീ ഓഫ് കപ്പിന്റെ എനർജി എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ചിലപ്പോൾ സാഹചര്യമാവാം ഈ ബന്ധം വിട്ടെറിഞ്ഞ് മറ്റൊരു വ്യക്തിയിലേക്ക് പോയ വ്യക്തിയായിരിക്കും. പക്ഷെ ഇപ്പൊ അവിടെ ഒരു സെലിബ്രേഷൻ ആണ് എന്ന് പറഞ്ഞാലും ഇപ്പം നല്ലതായിട്ട് ആ ബന്ധത്തെ സെലിബ്രേറ്റ് ചെയ്ത ആ വ്യക്തി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പോകെ ഈ ബന്ധത്തിൽ ആ സന്തോഷങ്ങളൊക്കെ ഇത് മാറി ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കുള്ള പോയ ആ വ്യക്തി തിരിച്ചു വരും എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ പറയുന്നത്. ഇപ്പൊ സെലിബ്രേഷൻ ആവാം. പുതുതായിട്ട് പോയ വ്യക്തികളാണെങ്കിൽ ഇപ്പൊ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നടന്നു പോകും. പക്ഷെ പോകെ മുന്നോട്ട് ആ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുകയും ആ വ്യക്തി തിരിച്ച് ഈ ബന്ധത്തിലേക്ക് തിരിച്ചു വരുമെന്ന ഒരു എനർജിയാണ് ഇത് കാണുന്നത്. പിന്നെ ജീവിത സാഹചര്യം കൊണ്ട് ചിലപ്പോൾ മണിക്ക് വേണ്ടിയിട്ടോ ചിലപ്പോൾ ജോലി സാഹചര്യം കൊണ്ടോ മറ്റ് എന്തെങ്കിലും വിവാഹ തടസ്സമായിട്ട് വീട്ടുകാരുടെ അങ്ങനെ ഒരു തേർഡ് പാർട്ടി എനർജി ഈ കാർഡ് കാണിക്കുന്നതാണ്. ആ കാർഡിലോട്ട് പോയവരൊക്കെ ആണെങ്കിൽ കമ്പൽസറി അവര് തിരിച്ചു വന്ന് ഈ ബന്ധം കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ കാർഡ് ഓൾ ഓവർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇന്നത്തെ സ്പ്രെഡ് നമുക്ക് വന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇന്നത്തെ റീഡിംഗ് ഒത്തിരി ആൾക്കാർ റെസിനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പം റെസിനേറ്റ് ആയ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമന്റ് ചെയ്യുക. അപ്പം വീഡിയോ അറ്റ്ലീസ്റ്റ് ലൈക്ക് എങ്കിലും ചെയ്യുക. ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ട് നല്ല റീഡിങ് പ്രതീക്ഷിക്കാം. നല്ല കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക.